നമസ്കാരം. കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, മുരിങ്ങയില എന്ന് പറയുന്നത് പച്ചക്കറികളുടെ കൂട്ടത്തിൽ ഒരു സൂപ്പർ ഫുഡാണെന്ന്. അപ്പോൾ മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു അടിപൊളി കറിയും അതുപോലെ തന്നെ ഒരു വെറൈറ്റി തോരനുമാണ് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് കുറച്ച് മുരിങ്ങയില ഇവിടെ എടുത്തിട്ടുണ്ട്. മുരിങ്ങയില കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് എന്ന് വെച്ച് കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി വന്നതിന്റെ ഒരു ക്ഷീണമാണ്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുരിങ്ങയിലയാണ്. ആദ്യം നമ്മൾ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറുകിയ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കാന്താരിമുളക് അല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം. കൂട്ടത്തിൽ 2 ചുമന്നുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, ഒരു കളറിന് വേണ്ടിയിട്ടാണ് അത് ചേർത്തത്. എല്ലാം കൂടെ ചേർത്ത് നല്ല വെണ്ണ പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ മുരിങ്ങയില അതിനകത്തിലേക്ക് ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ, കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് 1 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് അതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി കേട്ടോ. അത് വഴന്നു വന്നപ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ അതിലേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കറിയുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വെള്ളം ചേർക്കാം. ഈ സമയത്ത് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കണം. ഓവറായിട്ട് തിളപ്പിക്കേണ്ട, ചെറുതായിട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. അപ്പൊ നമ്മുടെ കറി ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട. അങ്ങനെ തിളപ്പിച്ച് കഴിയുമ്പോൾ മുരിങ്ങയിലയുടെ ഗുണം കുറഞ്ഞു പോകും. ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മളൊരു താളിപ്പ് ഉണ്ടാക്കുവാണ്. അതിനായിട്ടൊരു പാൻ ചൂടായപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ കടുക്, അതുപോലെ തന്നെ കുറച്ച് ചുമന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതും 2-3 വറ്റൽമുളക് കൂടെ ചേർക്കുന്നുണ്ട്. ചുമന്നുള്ളി നന്നായിട്ട് ചുമന്ന് ഫ്രൈ ആയി വരണം, എന്നാൽ കരിഞ്ഞു പോകാനും പാടില്ല. ചുമന്നുള്ളിയൊക്കെ ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോഴാണ് നമ്മുടെ മുരിങ്ങയിലക്കറിക്ക് ഒരു പ്രത്യേക സ്വാദ് കിട്ടുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കണം. അപ്പോഴാണ് ഈ വറവലിന്റെ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് ഇറങ്ങുന്നത്. നിങ്ങൾ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് മുരിങ്ങയിലക്കറി ഉണ്ടാക്കുന്നതെങ്കിൽ അതെങ്ങനെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. സൂപ്പർ ടേസ്റ്റിലുള്ള മുരിങ്ങയില കൊണ്ടുള്ള ഒഴിച്ചുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറ് കഴിക്കാനായിട്ട് ഈ ഒരു കറിയും ഒരു പപ്പടവും കൊണ്ടാട്ടമുളകും ഉണ്ടെങ്കിൽ ഊണ് കുശാലായി. ഇനി അടുത്തത് നമ്മൾ തോരനാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മുടെ സൂപ്പർ ഫുഡായിട്ടുള്ള ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരു ഈ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. കുറച്ച് നീളത്തിലാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വന്നപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചുമന്നുള്ളി ഒന്ന് ഫ്രൈ ആയി വരണം. കൂട്ടത്തിലെ 2-3 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ വഴറ്റി ഉണ്ടാക്കുന്ന തോരന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇപ്പൊ നമ്മുടെ വറ്റൽമുളകും ചുമന്നുള്ളിയൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചക്കക്കുരു അതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. 1 ബൗളോളം ചക്കക്കുരു എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചക്കക്കുരുവും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി, ഒത്തിരി വഴറ്റൊന്നും വേണ്ട. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുവാണ്. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ചക്കക്കുരു വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. ചക്കക്കുരുവിന്റെ മുകളിൽ ഇങ്ങനെ നികക്കെ നിൽക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളം, അതാണ് കണക്ക്. എന്നിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ചക്കക്കുരു പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. അധികം താമസമൊന്നുമില്ല. അത് അവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കറി ഉണ്ടാക്കിയതിന്റെ ബാക്കി മുരിങ്ങയിലയാണിത്. നമുക്കതൊന്ന് അരിഞ്ഞെടുക്കണം. ഒന്ന് പറ്റുന്നിടത്തോളം ഒന്ന് അരിഞ്ഞെടുക്കുക. നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴും ഇങ്ങനെ മുരിങ്ങയില അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അമ്മൂമ്മയൊക്കെ ആണെങ്കിൽ കൈ പിടിച്ചാണ് ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നത്. എനിക്കത് വശമില്ല. അപ്പൊ ഞാൻ ഈ മുരിങ്ങയില ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ചക്കക്കുരു വെന്തോന്ന് നോക്കാം. ചക്കക്കുരു ഇവിടെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്കിത് വെന്തോന്ന് ഒന്ന് നോക്കാം. ഒരു കഷ്ണം എടുത്തൊന്ന് ഞെക്കി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. കുറച്ചുകൂടെ ഒന്ന് വേകാനുണ്ട്. അപ്പൊ ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ മൂടി വെച്ച് കൊടുക്കുവാണ്. ഈ സമയത്തേക്ക് നമുക്ക് തോരന് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു 1/4 മുറി നാളികേരം ചിരകിയതും, ഒരു വെളുത്തുള്ളിയും, 4-5 കാന്താരിമുളകും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ജീരകവും കൂടെ നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. മിക്സിയുടെ പൾസിയില്ലേ, അത് അവിടെ ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ചക്കക്കുരു ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കുവാണ്.
മുരിങ്ങയിലേക്ക് ആവശ്യമുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചക്കക്കുരുവും മുരിങ്ങയിലയും കൂടെ. ചക്കക്കുരുവും മുരിങ്ങയിലയും രണ്ടും ഹെൽത്തി ഫുഡാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പൊ അത് രണ്ടും കൂടെ ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചു. അപ്പോഴേക്കും ആവി കയറി മുരിങ്ങയിലേക്ക് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വേവിക്കണ്ട. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പില്ലേ, തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുവാണ്. അരപ്പ് ചേർത്തിട്ട് ഈ സമയത്ത് മിക്സ് ചെയ്യല്ലോ കേട്ടോ. പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് എടുത്തു പറഞ്ഞത്. അതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് അതിനകത്തൊന്ന് ആവി കയറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടപ്പ് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. മിക്സ് ചെയ്ത് തോർത്തിയെടുക്കുക എന്നാണ് നാടൻ ഭാഷയിൽ പറയുന്നത് കേട്ടോ. ചീരയും മുരിങ്ങയിലയൊക്കെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. മുരിങ്ങയില തന്നെ തോരനുണ്ടാക്കുന്നതിനേക്കായി ഒരു 10 ഇരട്ടി ടേസ്റ്റാണ് ഇങ്ങനെ ചക്കക്കുരുവും കൂടെ ചേർത്ത് തോരനുണ്ടാക്കുമ്പോൾ. അതുപോലെ തന്നെ ഇരട്ടി ഗുണവുമാണ്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.